14 കൊല്ലം നീണ്ട UDF ഭരണത്തിന് ശേഷമാണ് പന്തളം ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി മാറുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള കോൺഗ്രസ് മാണി വിഭാഗക്കാരനായിരുന്ന പ്രസിഡന്റ് മറുകണ്ഠം ചാടിയത് രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചെഴുതി. LDFന്റെയും BJPയുടെയും പിന്തുണയിൽ ഇയാൾ പ്രസിഡന്റായി തുടർന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയ സാഹചര്യത്തിൽ കൂട്ടുകെട്ടുകൾ ഇല്ലാതെ ഭരണത്തിലെത്താനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. എല്ലാ മുന്നണികൾക്കും ഘടകകക്ഷികൾക്കും അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പന്തളം മുനിസിപ്പാലിറ്റി 33 വാർഡാണ്. ബഹുഭൂരിപക്ഷത്തോടുകൂടി പന്തളം മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. വിജയിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ സജീവമാണെങ്കിലും നഗരസഭയിലെ പ്രഥമ അധ്യക്ഷ സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമായത് മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. 33 വാർഡുകളുള്ള നഗരസഭയിൽ 3 വാർഡുകൾ മാത്രമാണ് പട്ടികജാതി വനിതാ സംവരണമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാർഡുകളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.